എല്ലാ പ്രിയപ്പെട്ട കൗമുദി ടി.വി. പ്രേക്ഷകർക്കും ഈ ഓണം അവസാനിക്കാറാവുമ്പോ ഒരു വിഷമാണല്ലേ? അല്ലേ? തുടങ്ങുന്നത് കാണാൻ പെട്ടെന്ന് തീരും. അതെ. പക്ഷെ ഈ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഓണത്തിനെ കാത്തിരിക്കാൻ ഒരു സുഖം ഉണ്ടല്ലേ? പഴയ ആൾക്കാരൊക്കെ പറയും അടുത്ത ഓണത്തിന് ഇത് ചെയ്യണം, അടുത്ത ഓണത്തിന്. ആൾക്കാരും പറയും. അതെ അതെ. ആൾക്കാർ മാത്രമല്ല, അത് സത്യമാണ്. ഇന്ന് ചതയ ദിനത്തിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട്. ഇല്ലല്ല, അതായത് നിങ്ങളുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ചാബല്യങ്ങൾ രാത്രി ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. ഉദ്ദേശിച്ച വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിൽ അതായത് ഒരു ഫണ്ണി ആയിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഒരു ഗെയിം നമ്മൾ കളിച്ച ഓർമ്മയുണ്ടോ? ബലൂൺ അടിച്ചു പൊട്ടിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഊതി പെരുപ്പിച്ചില്ലേ? പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ലേ? അതുപോലെയാണ് ഞാൻ ഇങ്ങനെ എല്ലാം ഊതി പെരുപ്പിക്കും. അതെ, അതുപോലെ ഊതി പെരുപ്പിച്ചതാ. അതേപോലെ പൊട്ടിപ്പോവും. പിന്നെ തീർച്ചയായിട്ടും ഇത് പൊട്ടും. വിഷമുണ്ടല്ലേ? കുഴപ്പമില്ല. നീ പൊട്ടിച്ചാ ഞാൻ പറയട്ടെ നിഹാസ്. വേണ്ട, അവർക്ക് അറിയില്ല, കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതെ അതെ, കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു ആ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. റെഡിയാണോ ഗൈസ്? ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് സന്തോഷേട്ടൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? ലേഡീസ് ഫസ്റ്റ്. ചേട്ടൻ വേണ്ട, ചേട്ടൻ ഫസ്റ്റ്. വേണ്ട, ഷുമി ഓക്കെ, അപ്പൊ സുമിയുടെ തന്നെ ചോദിക്കാം. ഇങ്ങനെ വരാം നമുക്ക്. സുമി, കേട്ടോ, നിങ്ങളുടെ ഫോണിലെ അവസാനത്തെ 5 ഇമോജികൾ വെച്ച് നിങ്ങളുടെ ഈ വർഷത്തെ ഓണത്തിനെ എങ്ങനെ വിവരിക്കും? ഫോണിലെ അവസാനത്തെ മനസ്സിലായില്ല, നോട്ട് ക്ലിയർ. അതായത് സുമിയുടെ ഫോണിലുള്ള ഇമോജീസ് ഇല്ലേ, അത് വെച്ചിട്ട് ഈ വർഷത്തെ ഓണത്തിനെ എങ്ങനെ വിവരിക്കും? അതായത് ഓരോ സ്മൈലി ഇല്ലേ, ഇങ്ങനെ എല്ലാം ഓരോന്ന് കാണിക്കില്ല, അത് കാണിക്കണം അല്ലേ? ഫേസ് കൊണ്ടുവരണം. അത്തം സ്മൈലി ഇടും, 2 പെഗ് വരുന്നതിന്റെ സ്മൈലി ഇടും. പെഗോ ഐ മീൻ ഗ്ലാസ് ആഘോഷിക്കുന്നുണ്ട്. അതാണ് ചോദിച്ചത്. ലാസ്റ്റ് 5 ഇമോജി വെച്ചിട്ടാ പറഞ്ഞത്. 5 ഇമോജി അല്ലേ ചോദിച്ചേ, എങ്ങനെ ഓണം വിവരിക്കുന്നല്ലേ ചോദിച്ചേ? 2 ഉണ്ടല്ലോ, അത്തം, ഗ്ലാസ്, പിന്നെ പൂക്കളുണ്ടല്ലോ, പൂക്കളം, എല്ലാ പൂക്കളും 5 പൂക്കളും. അപ്പൊ ബാക്കി 3 പൂക്കള് അല്ലേ? 3 പൂക്കള്. ഓക്കെ, മിടുക്കി. അപ്പൊ സുമിയുടെ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും സുമിയെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സന്തോഷേട്ടന്റെ അടുത്താണ്. അതെന്തോന്ന് ഒരു യൂണിഫോമിറ്റി വേണ്ടേ? പിന്നെ നിഹാസിന്റെ അടുത്ത് മഹാബലി നിങ്ങൾക്ക് ഒരു വരം തരാമെന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കും? സമ്പത്തോ പ്രശസ്തിയോ അല്ലാതെ എന്ത് ചോദിക്കും? എന്ത് വരമാണ് സത്യം, കുറച്ച് ബുദ്ധി. മഹാബലി എന്റെ കൂടെ വിടോ? എന്തിന്? എന്റെ ചുമ്മാ കാര്യങ്ങൾ സാധിക്കാൻ, എല്ലാ കാര്യം സാധിക്കാൻ. നിനക്കില്ലാത്തൊരു കാര്യം മഹാബലിയോട് ചോദിക്കണം. മതി, അത് മതി. ഇച്ചിരി സന്തോഷം എപ്പോഴാ ആയിരിക്കും, കുഴപ്പമില്ലല്ലോ, വിഷമിക്കണ്ടല്ലോ. അപ്പൊ അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ മനസ്സിലായി, നീ 24 മണിക്കൂറും ദുഃഖിച്ച് നടക്കുന്ന ഒരു പുത്രനാണെന്ന് ഹാപ്പി നടക്കാൻ പറ്റുള്ളൂ നമുക്ക്. വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, ഇങ്ങനെ നടക്കാം ആടിപ്പാടി. വിചിത്ര ജീവി തന്നെ. ഓണസദ്യക്ക് ശേഷം ഒരു സിനിമ കാണാൻ അവസരം കിട്ടിയാൽ ഏത് സിനിമ കാണും? ഉറക്കം തൂങ്ങാതിരിക്കുമോ? ഞാൻ കണ്ട സിനിമയൊക്കെ കാണാലോ അല്ലേ എനിക്ക്? ഞാൻ CID മൂസ വെച്ച് കാണും. കാണുമ്പോ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉറക്കം തൂങ്ങോ? അടുത്ത ചേച്ചി എടുത്ത്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വാമനൻ ആരാണ്? നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ച ആരെങ്കിലും
ആരത്? ഒന്നുകിൽ ഒത്തിരി പേരുണ്ടാവും ഇല്ലെങ്കിൽ ആരുണ്ടാവില്ല അല്ലേ ചേച്ചി? ഇവനോട് ചോദിച്ച ചോദ്യം ചോദിച്ചതെങ്കിൽ ഞാൻ മാമനെ ചവിട്ടി താഴ്ത്തിയ പോലെ പലരെയും ചവിട്ടി താഴ്ത്താൻ എനിക്കൊരു വരം തരുമെന്ന് ചോദിച്ചേനെ. എന്ത് ക്രൂരയപ്പോ. അത് നല്ല ഉത്തരം. നോക്കി നടന്നോ പലവരെയും പ്ലാൻ മാമന്റെ കാര്യമല്ലേ പറഞ്ഞത്? മാമന്റെ കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ ഈ ചേച്ചി. അപ്പൊ പലവരും ചവിട്ടാനുള്ള പ്ലാൻ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വാമനൻ ആരാണ്? നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ച ആരെങ്കിലും? എന്റെ നഗ്ന സത്യം ജീവിതത്തിൽ ഒന്നും അങ്ങനെ വെളിപ്പെടുത്തണ്ട ചേച്ചി. വാമനനായിട്ട് ആരുമില്ല. ആരുമില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് ചവിട്ടി താഴ്ത്താൻ ഞാൻ തല കുനിച്ചു കൊടുത്താലല്ലേ ചവിട്ടി താഴ്ത്താൻ. പറയാതിരിക്കാൻ വയ്യ. ഓണക്കോടി എടുക്കാൻ പോകുമ്പോൾ കടയിൽ നടക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്താണ്? എന്റെ സെലക്ഷൻ തന്നെ അതിൽ കൂടുതൽ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഏതെങ്കിലും കൂടുതൽ ട്രയൽ റൂമിൽ പോയി ഡ്രസ്സും ചേഞ്ചും ഒന്നും വേണ്ട, ഇറങ്ങി അടുത്ത കടയിൽ പോകും. നിങ്ങൾക്ക് ഒരു പുതിയ ഓണക്കളി കണ്ടുപിടിക്കാൻ അവസരം കിട്ടിയാൽ അതെന്തായിരിക്കും? അത് കൊള്ളാം. വരട്ടെ പോരട്ടെ. ഓണക്കളിയാണേ. ഞാൻ തല കുത്തി നിന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഗെയിം. പൊന്നോ അവനെല്ലാം ചേട്ടൻ അത് ചെയ്ത് കാണിക്കണം. അതെ. അത് തല കുത്തി നിന്നിട്ട് പോരാ. നേരെ നിന്നും പറ്റൂല. തല കുത്തി നിന്നിട്ട് സുന്ദരിക്ക് ഇത് എത്ര നാളായിട്ട് ഗവേഷണം മുണ്ടിട്ട് ഓടൽ. അത് വേണമെങ്കിൽ നടക്കും. അതേപോലെ മൂക്കിന്റെ പാലം കാണൂല. തലയെ കൂടെ മുണ്ടിട്ട് കണ്ടുപിടിച്ച പിന്നെ അവൻ അതായിരിക്കും ചേട്ടി വേണ്ട, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. നല്ല ഗെയിം ആട്ടോ. നല്ല ഗെയിം ആട്ടോ. വെറൈറ്റി ഒരു ഗെയിം ആയിരുന്നു. കുറെ ഉണ്ട് വെള്ളം. പിന്നെ ഫ്രഷ് ആയിരുന്നു. ഫ്രഷ് ഓണത്തിന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? എത്ര മണിക്കൂർ മാറി നിൽക്കാൻ പറ്റും? എത്ര വേണേലും മാറി നിൽക്കാം. അവൻ അങ്ങനെയൊന്നുമില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, പേജ് തുടങ്ങിയപ്പോ എനിക്ക് മെസ്സേജ് ഇഷ്ടമായി. ഇത് എന്റെ പുതിയ പേജ്. ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഒരു പേജിൽ നിന്ന് മാറി നിൽക്കാം. രണ്ടെണ്ണം. ഇല്ലല്ല, ഒന്നേ ഉള്ളൂ. പഴയത് പോയി, പുതിയത് തുടങ്ങി. അടുത്ത സന്തോഷേട്ടൻ്റെ അടുത്ത്. നിങ്ങളുടെ ഓണസദ്യ പ്ലേറ്റിന്റെ ഒരു ബയോ എഴുതാമോ? എഴുതാം. ഓണസദ്യ പ്ലേറ്റ് അല്ല, ഓണസദ്യ ഇലയല്ലേ? പേപ്പറല്ല തരാൻ അല്ലെ, ഒരു പെന്നും പേപ്പറും തായോ ഇപ്പൊ എഴുതി തരാം. മനസ്സിലായില്ലേ? അതെ, ഉദാഹരണം പറയാം. മനസ്സിലായിട്ടില്ല. പറഞ്ഞു ഓക്കെ ഓക്കെ. അവിയലിന്റെ അയൽവാസി, ആ. സാമ്പാറിന്റെ കൂട്ടുകാരൻ. എന്റെ നാട്ടുകാരിൽ ഒരു അവിയലുണ്ടായിരുന്നു, അയാളുടെ അയൽവാസിയെ പറഞ്ഞു. എന്റെ പേര് അവിയലിന്റെ അയൽവാസി, സാമ്പാറിന്റെ കൂട്ടുകാരൻ. അവിയലിന്റെ അയൽവാസി, സാമ്പാറിന്റെ ചോറ്. ചോറ് അല്ലേ? എക്സാമ്പിൾ പറയാം. അല്ല, പുളിയിഞ്ചിയുടെ കഥാകാരൻ. ഓ, നമ്മൾ പുളിയിഞ്ചി അല്ലേ ഉണ്ടാക്കിയ ചേച്ചി? സംഭവം കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടാ പറഞ്ഞേ. ഇതിന് നന്നായിരിക്കോ? അത് അതിന്റെ കഥയാണ് പറയണത്. പറയണ്ട പറയണ്ട. നീളമുള്ള കഥയാ, വേണ്ട. വേണ്ട പറയാം. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പറയണ്ട. മനസ്സിലായി. ഓക്കെ ഗൈസ്, നിങ്ങളുടെ മനസ്സൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അങ്ങനെ അറിയാൻ പറ്റും. ഒരുപാട് അറിയാൻ പറ്റി. ഒരു സാമ്പാറിന്റെ അവിയലിന്റെ കാര്യം പറഞ്ഞത് എല്ലാ കള്ളത്തരം സത്യം പറയാലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മാത്രമല്ലല്ലോ, അല്ലാണ്ട് നമ്മൾ മിണ്ടിയതല്ലേ, അപ്പൊ നിങ്ങളെ ക്യാരക്ടറൊക്കെ എനിക്ക് അറിയാലോ. സംഭവം തന്നെ കേട്ടോ. എന്നിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഒരു ഗെയിമിലോട്ട് പോയാലോ? ശരി. Okay. അല്ല, നമുക്ക് energetic ആയിട്ട് നിൽക്ക്. അല്ല, ഇത് എന്താണെന്നറിയാമോ, വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കും. ചെറിയ ഗെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. എന്റെ കയ്യിൽ കുറച്ച് ബോൾസ് ഉണ്ട്, അവിടെ ഒരു ബാസ്ക്കറ്റും ഉണ്ട്. ഗെയിമിന്റെ റൂൾസ് ഇതാണ്. ഒരു ടീമിന് 3 ചാൻസ് കിട്ടും. ഓക്കെ, ഓക്കെ. ഈ ബോള് ഈ ഡെസ്കിൽ പിച്ച് ചെയ്തിട്ട് വേണം അതിലോട്ട് വീഴാൻ. വീഴാനായി. എത്ര തവണ വല്ലോണ്ട പിച്ച് ചെയ്യുന്നത്? 5 പ്രാവശ്യം. അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പ്രാവശ്യം. മിനിമം ഒറ്റ പ്രാവശ്യം. ഒറ്റ പ്രാവശ്യം. ഓക്കെ, അല്ലല്ല, ഒരു പിച്ച് ചെയ്യണം. ഒന്നേ പിച്ച് ചെയ്യാവൂ. ഒന്നേ പിച്ച് ചെയ്യണമെന്നുണ്ട്. 2 പ്രാവശ്യം പിച്ച് ചെയ്താൽ ഇല്ല പറ്റത്തില്ല. ഇല്ല ഇങ്ങനെ പിച്ച് ചെയ്ത് അതിൽ വീണാ പോരെ. കൂടുതൽ പിച്ചണ്ട, ഒരു പിച്ച് മതി. ഓക്കെ, റെഡിയാണോ? ഏത് ടീമാ വരുന്നേ മത്സരിക്കാനായിട്ട്? സൈഡിൽ തുടങ്ങും. വരൂ, കഴിവുള്ള ടീം ഫ്രണ്ടിലോട്ട് വരൂ. അങ്ങനെ ഞാൻ പറയാം, കഴിവുള്ള ടീമാണ് നമ്മൾ വരും. കഴിവാനുള്ളതെന്നല്ല പറഞ്ഞത്. ഓക്കെ, സോറി, അതിലോട്ട് നിൽക്കണ്ടേ? റെഡ് എടുക്കാം. ഇവിടെ നിൽക്കണല്ലേ? ഓക്കെ, ഇവിടെ ഈ ലൈനിൽ നിന്ന് വേണം. തേങ്ങ അടിക്കാനല്ല പറഞ്ഞത്. തേങ്ങ അടിക്കാൻ പോവാണോ? പഴവൻ കാണിക്കണം, മതി. അയ്യോ, ഇനി ആ ബോൾ ആരും തുടരുത്.
അടുത്തത് അടുത്തുകൂടെ അങ്ങ് പോയി. പോട്ടെ, അടുത്ത പോയാൽ കുഴപ്പമില്ല. അടുത്ത main. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് ജയജവാൻ റെഡിന്റെ ആൾക്കാരാ. ഇനി ഒന്നുകൂടെ ഉണ്ട് എടുത്തോ എല്ലാം ഞാനിവിടെ പ്രാർത്ഥിക്കാം ദൈവമേ ഒരു ബോളും വീഴല്ലേ. വിജയകരമായി തോറ്റിരിക്കുന്നു. അപ്പൊ സന്തോഷ് ചേട്ടനും സിന്ധു ചേച്ചിയും അടുത്ത മത്സരിക്കാൻ വരുവാണ്. നോക്കട്ടെ ബോള് വീഴുന്നില്ലേ. ഓക്കെ അടിപൊളി മുന്നോ. ക്രിക്കറ്റ് അല്ല ഗ്രിപ്പൊക്കെ പിടിച്ചെറിയുവോ? ഇന്ന് എന്തോ ലോട്ടറി നല്ല സമയം കേട്ടാ. വേണ്ട 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 മാറ്റിയേക്ക്. അതൊന്നും പറ്റൂല. ജയജവാൻ ജയിക്കസാൻ ഏതോ ഗന്ധർവനായിട്ട് ഗന്ധർവനെ പിടിച്ചിട്ടതാ. ചേച്ചിക്ക് ഇന്ന് എന്തോ ലോട്ടറി അടിച്ചിട്ട് വന്നോ നല്ല സമയം കേട്ടാ. താങ്ക് യു ഇത് കണ്ടോ ആരാ വരുന്നത്? മൂന്നെണ്ണം ഇട്ടാല് നമ്മള് വരാം ആദ്യം നമ്മുടെ മുത്തുമണി ഒരുമിച്ചിട്ട് ദേവിയേ, മൂന്ന് ഒരുമിച്ചിട്ട് അറിയാനല്ലേ ബുദ്ധി ഏതെങ്കിലും വീടുമല്ലോ അപ്പൊ. അത് ബ്ലൂമി. അതിന് വേദനിച്ചു. അമ്പടാ വീരാസ നമുക്ക് രണ്ടുപേർക്ക് എറിഞ്ഞാലോ? ഒരു second. എറി അതിന് ചെയ്താൽ മതിയായിരുന്നു. ഒരെണ്ണം പോലും നമ്മൾ ഇവിടെ ഇരുന്നാ ഈ നടക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. ജയിക്കാം. നമ്മളല്ലേ അവിടെ ഇത് നിങ്ങളെ നമുക്ക് വരാം. നീ വിളിക്കാതെ തന്നെ പൊയ്ക്കോ. 3 ബോൾ വീഴ്ത്തിയാൽ നിങ്ങൾക്ക് ജയിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ഒന്ന് ഉത്സാഹിപ്പിച്ച് വിടൂ. പൊളിച്ച്. ഓക്കെ ഡോ മോനെ നീ ഇത്രയ്ക്കും കഴിവുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കഴിവേറി വീണു. എടുത്തോ എടുത്തോ എടുത്തോ. അങ്ങനെ 3 ബോളുകൾ വീഴും. 3 ബോളും ദേ നമ്മുടെ നിഹാസ് ഇട്ടിരിക്കുകയാണ്. എല്ലാ കളറും വേറെ. ബോൾ നീ ടക്ക് 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 എന്ന് പറഞ്ഞിട്ടാ അതെ അതെ ഇല്ലെങ്കിൽ അവന്റെ കഴിവ് തെളിയിച്ചു അല്ലേ സൂപ്പർ കൊള്ളാം. Well done, my boy, well done. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഠിക്കാൻ വേണ്ട സമയത്ത് മാങ്ങേറി നടന്നതിന്റെ ഗുണം കണ്ട. ആരെങ്കിലും ഉണ്ടോ അനുഗ്രഹം വാങ്ങാൻ? അയ്യോ നല്ല നല്ല കാലം നല്ല കാലം. നീ ഇത് കേട്ടായിരുന്നോ? എറിഞ്ഞുള്ള അനുഗ്രഹം വേണ്ട ഇപ്പൊ അതെ തൽക്കാലം. കുക്കിങ്ങിന്റെ വിന്നേഴ്സിനെ കണ്ടു. ഇനി അടുത്തത് റീൽസിന്റെയും ഗെയിംസിന്റെയും വിന്നേഴ്സ് ആരാന്ന് അറിയാനാണ് അല്ലേ? അതിനുവേണ്ടി നമ്മുടെ സാർ അവിടെ വെയിറ്റിംഗ് ആണ്. ആര് മഹേഷ് സാറോ? അതെ സൂപ്പർ. നമുക്ക് മഹേഷ് സാറിനെ ഇവിടെ സ്വാഗതം ചെയ്യാം അല്ലേ? താങ്ക് യു. സാർ അപ്പൊ പാചകത്തിൽ മാത്രമല്ലല്ലേ ഗെയിമിലും കൂടി എന്തായാലും നാൻസി, ഇത്രയും അതികഠിനമായ ഒരു ഗെയിംസ് ഞാൻ ജീവിതത്തിൽ ആദ്യം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നാൻസിക്ക് എന്തൊക്കെയോ ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു ട്രീറ്റോ എന്തെങ്കിലും. അതാണ് ഈ അങ്കണവാടി പിള്ളേർക്ക് കൊടുക്കേണ്ട ഗെയിംസ് കൊടുത്ത് പറ്റിക്കണം. ഞാൻ ശരിക്കും ബിൽട്ടപ്പ് ഒക്കെ ഇങ്ങനെ ഞാൻ എന്ത് ഈസി ഗെയിമാ നിങ്ങൾക്ക് തന്നത്. അതെ ഞാൻ അങ്ങനെ അറിഞ്ഞേ. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഗെയിംസ് കൊടുത്ത് ഇവരെ നമുക്ക് വിയർത്ത് അവരെ കുളിപ്പിച്ച് കെട്ടുന്നപ്പോൾ ഞാൻ വെച്ച് എന്തൊക്കെയോ അതിശക്തമായിട്ടുള്ള ഗെയിംസ്. അതെ അതെ. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താ പറയുക, അതിനെ ആ ലാഘവത്തോടെ കാണുകയും അതിന് അതേ സ്പിരിറ്റോട് കൂടി തന്നെ നിങ്ങൾ അതിനെ സമീപിക്കുകയും വളരെ നന്നായിട്ട് തന്നെ. ആക്ച്വലി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇത് കാണുന്നവർക്ക് സന്തോഷം കൊടുക്കുക, ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പം ശരിക്കും നമ്മൾ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ നെറ്റ് റിസൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കണ്ട് ചിരിക്കുകയായിരുന്നു. എല്ലാ മനുഷ്യരിലും 17 നിന്ന് 7 ഇറങ്ങിയതിന്റെ അതെ അതെ. ആ ഒരു പക്ഷേ വളരെ സന്തോഷം. ചെറുപ്പത്തിന്റെ ഒരു സംഭവം അത്. ഈ വയസ്സിന്റെ പേരിന്റെ അടി വേണ്ട. അടുത്തത് സാറിന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഓണം ഒരു പരിപൂർണ ഓണമാണ്. നമുക്ക് എപ്പോഴും ഓണമെന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയാ വരുന്നത്? നല്ല നല്ല പാചകങ്ങൾ, നല്ല നല്ല ഗെയിംസ് അല്ലെ, ഡാൻസ്, പാട്ട്, പിന്നെ അതേപോലെ പല പല എല്ലാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മിക്സർ ആയിരുന്നു നമ്മുടെ ഈ ഓണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എൻജോയ് ചെയ്തു.
ഞാൻ എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊരു നല്ലൊരു വിരുന്ന് തന്നെയായിരുന്നു. വളരെ സന്തോഷം, സംതൃപ്തമായിട്ടുള്ളൊരു ഓണമായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, പറഞ്ഞോളൂ. ശരിക്കും എല്ലാവരും എനർജറ്റിക് ആണ്. ഓക്കെ, പക്ഷെ ഒരു പേരിന് ഒരുമിച്ച് ഒരേ എനർജിയിൽ പ്രവർത്തിച്ച ഒരു ടീമുണ്ട് ഇവിടെ. പിന്നെ ഒരേ എനർജി നിഹാസൻ സൗവർണിക. ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കാനും ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് പറഞ്ഞു തരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് ഒത്തിരി നന്ദി അല്ലേ? അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അവര് കരയും അതിന് വേണ്ടി ഗിഫ്റ്റ് കിട്ടാതെ. അതേപോലെ നിങ്ങളുടെ റീൽസ് അതിഗംഭീരമായിരുന്നു. പാവം, അങ്ങനെ ഒരു ആദ്യ രാത്രി ആർക്കും ഉണ്ടാകാറില്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നശിച്ചു പോയല്ലേ, ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഫ്ലോപ്പ് ആകുന്ന ഫസ്റ്റ് ഡേ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. വളരെ സന്തോഷം. എന്നാൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. അപ്പൊ അതിന് അവർക്ക് അവാർഡ് കൊടുക്കാം. അവരതിനോട് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ അവൻ കരയും. സന്തോഷത്തിന്റെ കേട്ടോ. അപ്പൊ ഈ സന്തോഷത്തിന് നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? അത് പൊളിക്കൂലേ? അയ്യോ, ഈ കളിക്ക് ഞാൻ ഇല്ല, എന്റെ റോള് തീർന്നു. ഇനി നിങ്ങള് പിള്ളേരുടെ ഗെയിമാണ്. താങ്ക് യു, എൻജോയ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണ്. മ്യൂസിക്. ഒരു ബീച്ചിൽ പാർട്ടിക്ക് പോകാൻ നീ വരുമോ മാവേലി? ഒരു ബർമുട കിട്ടും നടത്താം മിനിയോ മാവേലി. ക്യൂട്ട്നെസ്സുകൾ വാരി അറിഞ്ഞാൽ വിന്നറിയിലിൽ മാവേലി. കല്ല് കാച്ചിയ പാല് കുടിച്ചാൽ വാമനന്റെ അതോ ഗതി. എനിക്ക് കാണണം, തുറക്ക് കാണണം, മുഴുക്കെ കാണണം ആവോളം ഈ മാവേലി. മാവേലി മലയാളി മാവേലി, ആണ്ടിലെ വന്നു പോണ മായാവിയല്ലേ നീ. മാവേലി മാവേലി മലയാളി മാവേലി, ആണ്ടിലെ വന്നു പോണ മായാവിയല്ലേ നീ. മാവേലി മാവേലി മലയാളി മാവേലി, ആണ്ടില് വന്നു പോന മായാവിയല്ലേ നീ. മാവേലി മാവേലി മലയാളി മാവേലി, ആണ്ടില് വന്നു പോന മായാവിയല്ലേ നീ. മാവേലി മാവേലി മലയാളി മാവേലി, ആണ്ടില് വന്നു പോന മായാവിയല്ലേ നീ. മാവേലി മാവേലി മലയാളി